കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമമായി ഒടുവിൽ BJPയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു, രാജീവ് ചന്ദ്രശേഖർ. എങ്ങനെ കാണും? കേരളത്തിലെ ഏറ്റവും ദുഃഖിതയായ സ്ത്രീ ആരായിരിക്കും അറിയാം? ഒരാൾ സന്തോഷം. കേരളത്തിൽ ദുഃഖിക്കുന്ന സ്ത്രീകൾ, ഞാനതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചതാണ്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. കേരളത്തിൽ സ്ത്രീകളിൽ ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരു സ്വത്വ പ്രതിസന്ധി, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ ഉണ്ടാവുന്ന തരത്തിൽ ദുഃഖം ഉണ്ടാവുന്ന ഒരു സ്ത്രീയുടെ പേര് ആലോചിക്കാമോ? ഇല്ല അല്ലേ? കിട്ടുന്നില്ല. ഞാൻ പറയാം, സിന്ധു സൂര്യകുമാർ. എന്താ കാരണം സിന്ധു സൂര്യകുമാറിൻ്റെ മുതലാളി BJPയുടെ അധ്യക്ഷനായി. ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു കുത്ത് ഞാൻ കണ്ടു. റിപ്പോർട്ടർ TVയുടെ ഒരു കാർഡ്, ഏഷ്യാനെറ്റ് ഉടമ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായി. അങ്ങനെയാണ് റിപ്പോർട്ടർ വാർത്ത കൊടുത്തിരിക്കുന്നത്, വാർത്തയുടെ കാർഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ദുരുദ്ദേശപരമാണ്. അത് BJPയുടെ ചിഹ്നവും ഏഷ്യാനെറ്റിൻ്റെ ലോഗോയും ഒരുമിച്ച് വെച്ചിട്ട് ഒരു പോസ്റ്റർ, അതിനാണ് സ്നേഹപ്പാര എന്ന് പറയുന്നത് അല്ലേ? അത് പണിതാണ്. അത് സത്യത്തിൽ അങ്ങനെയല്ല വാർത്ത കൊടുക്കേണ്ടത്. BJPയുടെ പ്രസിഡൻ്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഉടമയും കൂടിയാണ്. പക്ഷെ അതിനകത്ത് ചേർത്തത് ചില ആളുകളെ അസ്വസ്ഥരാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം BJPക്കെതിരായിട്ട് ഏഷ്യാനെറ്റ് സമീപകാലത്ത് എടുത്തിരിക്കുന്ന നിലപാടുകൾ BJPക്കെതിരെ മാത്രമല്ല, BJPക്കെതിരെ ഏഷ്യാനെറ്റ് നിലപാടെടുത്താൽ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കൾക്കാകെ, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കാകെ ഏഷ്യാനെറ്റ് നിലപാടെടുക്കുന്നതിൽ നമ്മൾ ധാർമ്മിക രോഷം കൊണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയെ ഏഷ്യാനെറ്റ് ഉപദ്രവിച്ചാൽ നമുക്ക് വലിയ ഖേദം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഹിന്ദു വിരുദ്ധത നിരന്തരം പറയുന്ന ഒരവസ്ഥ ഏഷ്യാനെറ്റ് ഉണ്ടായെങ്കിൽ നമ്മൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റ് ഇന്ന് ഓൺലൈനിൽ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ്: 4 വരി സംസാരിച്ചാൽ 4 ആളെ ആകർഷിക്കും വിധം വികസനം പറയുന്ന ആൾ രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച് പറഞ്ഞാണ്. ശരിയാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ സുപരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുകയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ച സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിന് കേരളത്തിലെ BJPയുടെ അടിത്തട്ടിൽ, കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അടിത്തട്ടിൽ ഒരു ബന്ധവുമില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം RSS വഴി വരാത്ത ഒരാൾ BJPയുടെ അധ്യക്ഷനാവുന്നത്. അപ്പോൾ വലിയ മാറ്റമാണ്, വിപ്ലവകരമായ മാറ്റമാണ്. അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മെട്രോമാൻ E. ശ്രീധരനായിരിക്കും. അത് വെക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, BJP അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളെ ജേക്കബ് തോമസ്, E. ശ്രീധരൻ തുടങ്ങി ഒന്നാന്തരം സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. കാരണം കേരളം പോലെ എന്തു ചെയ്താലും കേരളത്തിലെ BJPക്കാർക്ക് പോലും ഉണ്ടൊരു ഇടതു മനസ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കടക്കൽ അമ്പലത്തിൽ DYFIക്കാരും CPMകാരും കൊടിയും തോരണമൊക്കെ കെട്ടി ഹൈക്കോടതി എടുത്ത് അലക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരം ചെയ്തപ്പോഴത്തേക്ക് CPMകാർക്കൊന്നും തോന്നുന്നില്ല. എന്നാൽ BJPയുടെ ഭരണസമിതിയുള്ള ഒരു ക്ഷേത്രമാണെന്നിരിക്കട്ടെ, അവിടെ BJPയുടെ കൊടി കെട്ടാൻ ആരെങ്കിലും തീരുമാനിച്ച BJPക്കാർ തന്നെ വിലക്കും. നമ്മളങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവർ ചെയ്യുന്നത് അങ്ങനെ ഒരു സെറ്റാണ്. നമ്മൾ ഹിന്ദുക്കൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ പൊതുവിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ട്, BJPക്കാർക്കുണ്ട്, ഹിന്ദുക്കൾക്ക് പൊതുവേ ഉണ്ട്. അയ്യോ, മറ്റവർക്ക് എന്ത് തോന്നും നമ്മളിങ്ങനെ പറഞ്ഞാൽ എന്ന് കരുതുന്ന ഒരു മൈൻഡാണ്. പക്ഷെ മറ്റവർക്കതില്ല. അവനെന്ത് തോന്നിയാലും, അവൻ പണ്ടടങ്ങിയാലും എനിക്കിത് ചെയ്യണം എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് വ്യത്യാസം. അതിനനുസരിച്ച് ഹിന്ദുക്കൾ ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുക. അത് നോക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പം ഞാൻ പറയുന്നത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് വളരെ ഗുണപരമായ ഒരു മാറ്റമാണ്. കേരളത്തിൽ ഇതുവരെ BJP പരീക്ഷിക്കാത്ത വികസനം, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് വികസനത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്, അല്ലേ? മോദിയുടെ 11 വർഷക്കാലത്ത് വലിയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ വികസനം മുന്നോട്ട് വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ. കേരളത്തിന് വേണ്ട വികസന അജണ്ട മുന്നോട്ട് വെക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ വയർലെസ് ടെലഫോണുകളെക്കുറിച്ച്, അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളെക്കുറിച്ചൊക്കെ ആലോചന പോലും ഇല്ലാതിരുന്ന കാലത്ത് പേജറും മൊബൈലും കൊണ്ടുവന്ന ആളാണ് BPL രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാപനം. പിന്നെ അദ്ദേഹം എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ബിരുദധാരിയാണ്. പിന്നെ ഐ ടിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ PG ഒക്കെ എടുത്തു. അങ്ങനെ ഒരു ടെക്നിക്കലി ഒരു ടെക്നോക്രാറ്റാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതിൽ ഒരു തർക്കമില്ല. അദ്ദേഹം കേരളത്തിൽ പ്രസൻറ്റബിളായിട്ടുള്ള, കേരളത്തിലെ ഏതു രാഷ്ട്രീയക്കാരനുമില്ലാത്ത ഒരു ഗരിമ രാജീവ് ചന്ദ്രശേഖറിനുണ്ട്.
ഇതിലൊന്നും നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലെ BJP നന്നായി നയിക്കാൻ കഴിയും. കാരണം അദ്ദേഹം നടന്നെങ്കിൽ വരുവാണേ, നടന്നെങ്കിൽ വരുന്ന ഗ്രാസ് റൂട്ട് ലെവലിലെ BJPക്കാരുടെ അടിസ്ഥാന താഴെ പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരു BJPക്കാരനെ പോലും അത് തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് കുറച്ച് പേരെ അറിയാമായിരിക്കാം. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇപ്പം സുരേന്ദ്രനാണേലും ശോഭാ സുരേന്ദ്രനാണേലും കൃഷ്ണദാസ് ആണേലും MT രമേശ് ആണേലും അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരുണ്ടല്ലോ, അല്ലെ PS ശ്രീധരൻപിള്ള നമ്മുടെ ഗോവ ഗവർണർ, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അങ്ങനെയുള്ള കേരളത്തിലെ ബഹുജന അടിത്തറയുള്ള നേതാക്കന്മാർ, അവർക്ക് ഉള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം അത് ഉണ്ടാക്കി എടുക്കണം, ഉണ്ടായി വരണം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശത്ത് നിന്നാൽ അവിടുത്തെ RSSൻ്റെ ആരാണ്, ഒരുപക്ഷെ RSSൻ്റെ ഒരു സംഘടനാ സംവിധാനം പോലും ഇദ്ദേഹത്തിന് അറിയുമോ എന്നറിയില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിമിതികളാണ്. ആ പരിമിതികളൊക്കെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും. RSSൻ്റെ കൂടി അംഗീകാരത്തോട് കൂടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വരുമ്പോൾ കേരളത്തിൽ ഒരു നല്ല ഇരിപ്പിടം അദ്ദേഹത്തിനുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷനായിരുന്ന കാലത്ത് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു മുന്നേറ്റം. കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടി കേരളത്തിലെ BJPയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ വിജയസാധ്യതകൾ ഉണ്ട് എന്ന് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഓളം മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നു. BJPയുടെ വോട്ട് ഷെയർ ഏതാണ്ട് 19-നും 20-നും ഇടയ്ക്ക് ശതമാനത്തിലേക്ക് എത്തിയത് സുരേന്ദ്രൻ്റെ കാലത്താണ്. കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് നേടാൻ കഴിഞ്ഞതും സുരേന്ദ്രൻ്റെ കാലത്താണ്. അത് ക്രെഡിറ്റാണ്. അപ്പോൾ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഘടനാ മെഷീനറി ആണ് ഇപ്പം നിലവിൽ രാജീവ് ചന്ദ്രശേഖറിന് കൈമാറി കിട്ടുന്നത്. അത് അദ്ദേഹം എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടു നടന്നിട്ടുണ്ട്. അതിൻ്റെ പരിചയം അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിനെ കുറിച്ചുള്ള ചില വാദങ്ങൾ നമുക്ക് പറയേണ്ടി വരും. കാരണം പലർക്കും ഉള്ളത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ദേഷ്യമല്ല. അദ്ദേഹം ഇങ്ങനെ നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ അദ്ദേഹം നയിക്കുന്ന ജൂപ്പിറ്റർ വെഞ്ചേഴ്സ് അതിൻ്റെ സ്ഥാപനം, അതിൽപ്പെടുന്ന ഏഷ്യാനെറ്റ് ഇങ്ങനെ BJPക്കും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനുമെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണത്തോടെയുള്ള വാർത്തകൾ നടത്തുന്നു. ഇപ്പോൾ വന്നിട്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ പോകുന്ന ഒരു ലൈൻ, ഒരു സുഡാപ്പി കോൺഗ്രസ് ലൈനാണ്. CPMനോടും ദേഷ്യമാണ്. എന്നാൽ പിന്നെ ആത്യന്തികമായി CPMനെ വെറുപ്പിക്കത്തുമില്ല. ആ ലൈനിലാണ് പോകുന്നത്. BJP എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യമാണ് ഏഷ്യാനെറ്റ് ചാനലിലുള്ളത്. ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ മറ്റേ ന്യൂസ് അല്ലാത്ത സ്റ്റോറികളിൽ ഉള്ളിസുര എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അറിയാമോ BJPയുടെ അധ്യക്ഷനെക്കുറിച്ച്? ഉണ്ട്. ഈ കവർ സ്റ്റോറിയിൽ പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത്തരം പ്രയോഗങ്ങൾ, ഉള്ളി എന്നുള്ള പ്രയോഗം പറഞ്ഞിട്ടുണ്ടോ? കാരണം ഉള്ളിയേരി എന്നുള്ള സ്ഥലത്ത് ഉള്ള ആളാണല്ലോ K. സുരേന്ദ്രൻ. അതിനെയാണ് ഉള്ളി എന്ന് കളിയാക്കി വിളിക്കുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹം എവിടെയിരുന്നോ ചപ്പാത്തിയോ പൊറോട്ടയോ മറ്റോ കഴിക്കുമ്പോൾ കറി ആരോ സൂം ചെയ്തിട്ട് അത് ബീഫാണെന്ന് പറഞ്ഞു, അത് ഉള്ളിക്കറിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം വെച്ചു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അപമാനിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് കേരളത്തിലെ BJPക്ക് ഉണ്ടാക്കിയ ക്ഷതം ചെറുതൊന്നുമല്ല. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷതം ചെറുതൊന്നുമല്ല. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് കേരളത്തിലെ CPMനെയും കോൺഗ്രസിനെയുമല്ല, അതോടൊപ്പം അതിനേക്കാളും ആദ്യം രാജീവ് ചന്ദ്രശേഖർ കൈകാര്യം ചെയ്യേണ്ടത് ഏഷ്യാനെറ്റിനെയാണ്. കാരണം കേരളത്തിൽ BJPയുടെ അവസ്ഥ പണ്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. BJPയെ വിന്നബിൾ ആയിട്ടുള്ളൊരു പാർട്ടി, വിന്നബിലിറ്റി ഉള്ളൊരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ആളുകൾ കാണുന്നത്. മുമ്പൊക്കെ BJPക്ക് വോട്ട് ചെയ്യാം, BJPക്കാണ് വോട്ട് ചെയ്യേണ്ടത്, പക്ഷേ BJP ജയിക്കത്തില്ല. അത് കാരണം BJPയുടെ ഏറ്റവും വലിയ ശത്രുവിനെതിരെ വോട്ട് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഇനി പറഞ്ഞാൽ നിലവിൽ ഏഷ്യാനെറ്റ് പിന്തുടരുന്ന ആ പോളിസിയിൽ നിന്ന് അതിനെ നയിക്കുന്നവർ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും സിന്ധു സൂര്യകുമാറിൻ്റെ പ്രതിസന്ധിയാണ്. സിന്ധു സൂര്യകുമാറിന് ഇനി രാജീവ് ചന്ദ്രശേഖറിനെ ഉള്ളിൽ ചേർത്ത് സുരേന്ദ്രൻ ഇട്ടതുപോലെ ഒരു പേരിട്ട് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റുമായിരിക്കും. കാരണം ഇനി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ സ്വതന്ത്രമായി പോകുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് എന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ ഖേദമുള്ളത്, ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് കുംഭമേളയെ അപമാനിച്ച് നടന്ന പരിപാടിയിൽ ഒരു ഖേദപ്രകടനത്തിന് പോലും ഏഷ്യാനെറ്റ് തയ്യാറായില്ല എന്നതിൽ ഒരു ഹിന്ദു എന്ന നിലയിൽ എനിക്കും സിനിമയൊക്കെ വിഷമമുണ്ടല്ലോ. അത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ള നിർഭാഗ്യകരമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറഞ്ഞില്ല. രാജീവ് ചന്ദ്രശേഖർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, അത് ഇത്തരം വാർത്തകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏതായാലും അത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം.
പരിഹരിക്കപ്പെടണം എന്നുള്ളത് പ്രധാനപ്പെട്ട. കാരണം അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഹിന്ദുമത വിശ്വാസികളായ ആളുകളുടെ വലിയൊരു രോക്ഷം രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം സാധാരണ ഒരാൾ ഒരു പദവിയിലേക്ക് വരുമ്പോൾ ഹലോ വെരി ഗുഡ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സന്തോഷിപ്പിക്കുക മാത്രം. അദ്ദേഹം ശോഭിക്കണം, വിജയിക്കുന്ന ഒരു പ്രസിഡൻ്റായി മാറണം എന്ന് അദ്ദേഹത്തിന് നമ്മൾ ആശംസകൾ നേരിടുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്ന് അദ്ദേഹത്തിൻ്റെ ചെവി തിന്നുന്ന ആളുകൾ പറയുന്നത് മാത്രം അദ്ദേഹം കേൾക്കരുത്. ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖർ. RC എന്നാണല്ലോ അദ്ദേഹത്തെ ചുരുക്കപ്പേര്. RC ഇതറിയണം. ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ BJPക്ക് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നത് ഏഷ്യാനെറ്റാണ്. അതിനെ അങ്ങേക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? അങ്ങേക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സിന്ധു സൂര്യകുമാറിനെ സംബന്ധിച്ച് ഇനി മുതലാളിയുടെ പണി ഒന്നും കളഞ്ഞതാണേ. തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരാജയത്തിന് നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിന്ധു സൂര്യകുമാർ. കാരണം സിന്ധു സൂര്യകുമാറാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ. ആ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ കീഴിൽ ഏഷ്യാനെറ്റ് BJPയെ തോൽപ്പിക്കാൻ പണിയെടുത്തു, രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ പണിയെടുത്തു, അല്ലേ? അപ്പോൾ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി കളഞ്ഞ സ്ഥാപനമാണ് എന്ന് പുളിയറക്കോണം ബർക്കാദത്ത് എന്ന് TG പറഞ്ഞിരുന്നു എന്ന് ഏഷ്യാനെറ്റെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വളരെ ഉത്തരവാദപ്പെട്ട ഒരു MP സ്ഥാനത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ അധ്യക്ഷ പദവി. ആ പദവിയിലേക്ക് ഇരിക്കുമ്പോൾ സിന്ധു സൂര്യകുമാർ പഴയ കുത്തിത്തിരിപ്പ് ഹിന്ദു വിരുദ്ധത BJP വിരുദ്ധതയായിട്ട് വരുമോ? ഒന്നെങ്കിൽ സിന്ധു സൂര്യകുമാർ മാറും, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മാറും. സിന്ധു സൂര്യകുമാർ മാറിയാൽ ഇന്നലെ വരെ എന്തുകൊണ്ട് ഈ നിലപാട് സിന്ധു സൂര്യകുമാർ എടുത്തു എന്ന് സിന്ധു സൂര്യകുമാർ വിശദീകരിക്കേണ്ടി വരും, അല്ലേ? രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അങ്ങ് ഏഷ്യാനെറ്റിനെ നന്നാക്കിയാൽ എന്തുകൊണ്ട് ഈ സ്ഥാനലബ്ധിക്ക് മുമ്പ് വരെ അദ്ദേഹം ഇടപെട്ടില്ല എന്നൊരു ചോദ്യവും സ്വാഭാവികമായും വരും. അപ്രിയ സത്യമാണ് സാർ, എന്നാലും പറയാതെ പറ്റില്ല. കാരണം ഒരു പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഈ വിധ്വംസക പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ BJPക്ക് സുരേഷ് ഗോപി മാത്രമായിരുന്നില്ല പാർലമെൻറ്റിലേക്ക് പോവുക. ഉറപ്പായും ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റിലെത്തുമായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ പാർലമെൻറ്റിലെത്തുമായിരുന്നു. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുമായിരുന്നു. ആ കേന്ദ്രമന്ത്രിയുടെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നു തന്നെയാകുമായിരുന്നു. ആരാണിത് തകർത്തത്? കേരളത്തിലെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ്. ഡൽഹിയിലിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ ആളുകളും തിരുവനന്തപുരത്തിരിക്കുന്ന ആളുകളും കൂടെ ഒരുമിച്ച് ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഒരു നെക്സസ് ഉണ്ടാക്കി കേരളത്തിൽ BJPയുടെ മുന്നേറ്റം തടയാൻ, ഹൈന്ദവ ഐക്യം, സമാജബോധം ഹിന്ദുക്കളിൽ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന റിയാലിറ്റി അങ്ങ് തിരിച്ചറിയണം എന്നാണ് നമുക്ക് രാജീവ് ചന്ദ്രശേഖരോട് പറയാനുള്ളത്. കേരളത്തിലെ BJPയെ നയിച്ച് അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുതികാൽ വെട്ടുന്നത് തിരുവനന്തപുരത്തിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ ടീമായിരിക്കും. അത് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയണം. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് പക്ഷേ അപ്പോൾ എൻ്റെ ഒറ്റ സംശയം അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് സർവാത്മന നമ്മൾ പിന്തുണയ്ക്കുന്നു, അദ്ദേഹത്തിന് എല്ലാ ആശംസയും തരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് BJPയുടെ വോട്ട് ഷെയർ 25% ഉയരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഒരാൾക്ക് നമ്മൾ എല്ലാ ഭാവുകങ്ങളും നേരുമ്പോൾ അദ്ദേഹത്തെ ചതിക്കാൻ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിലെ ആളുകൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം എന്നുള്ള അഭ്യർത്ഥന ഇത് മുഴുവൻ കേരളത്തിലെ BJPക്കാരുടെ മനസ്സിലുണ്ട്. കേരളത്തിലെ മുഴുവൻ BJPയോട് അനുഭാവമുള്ള കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും മനസ്സിലുണ്ട്. ഒരു ഹിന്ദു സമാജത്തിൻ്റെ കൂടി ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെക്കുകയാണ്. അദ്ദേഹം ഇത് വളരെ പോസിറ്റീവായി എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമ്മളോട് നീരസമൊന്നും ഇതുകൊണ്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് വലിയ മനസ്സുള്ള, വലിയ ചിന്തയുള്ള, വലിയ ബോധ്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സിന്ധു സൂര്യകുമാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സിന്ധു സൂര്യകുമാറിനെ സംബന്ധിച്ച് ഇനി സിന്ധു സൂര്യകുമാറിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ ഏഷ്യാനെറ്റിലൂടെ ശ്രമിച്ചാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് BJPക്കാർ ഏഷ്യാനെറ്റിനെ 1.5 വർഷത്തോളം ബഹിഷ്കരിച്ചത്? കേരളത്തിലെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്ന അതേ കസേരയിൽ നിന്ന് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഒന്നിച്ചെടുത്ത തീരുമാനം. അത് റിയാലിറ്റി ഇതിന് മുന്നിലുണ്ട്. അപ്പോൾ BJPക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, BJPയെ തകർക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നു എന്നുള്ളത്. ആ ആക്ഷേപം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ആക്ഷേപം കേരളത്തിലെ BJP പ്രവർത്തകരുടെ മനസ്സിലേക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? സംഘടനാ നേതൃത്വം അത് മാറ്റിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ സിന്ധു മാറണം, അല്ലെങ്കിലും സിന്ധു മാറണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിന്ധുവിൻ്റെ നിലപാട് മാറണം, അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ് വിടണം.
അപ്പോൾ ഒരു സംശയം എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ ടീമുമായിട്ടാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് എത്തിയത്. അത്തരം പ്രൊഫഷണൽ ടീമുമായിട്ട് ഈ BJP എന്ന പാർട്ടിയെ കേരളത്തിൽ നയിക്കാൻ എത്തുന്ന RCക്ക് എന്തുകൊണ്ട് സ്വന്തം സ്ഥാപനത്തിൽ ഇങ്ങനൊരു പാളയത്തിൽപ്പട സൃഷ്ടിക്കുന്നവരുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? അതോ അറിഞ്ഞിട്ടും അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതിരുന്നു? അല്ല, ആ ചോദ്യം നമുക്ക് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. അദ്ദേഹം കണ്ടെത്തട്ടെ. നമ്മളിനി ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ പദവിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്ന ഒന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് വിജയം നമ്മൾ നേരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ടീമുമായിട്ട് വന്നിട്ട് കേരളത്തിൽ അങ്ങ് തെരഞ്ഞെടുപ്പ് ജയിച്ച് കളയാം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമായിട്ട് വരുന്നു. അങ്ങനെ പാർട്ടി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹം ഒരു വ്യവസായം തുടങ്ങാൻ അദ്ദേഹത്തിന് കുറേ പ്രൊഫഷണലായിട്ട് ബ്രില്യൻസ് ഉള്ള കുറേ പ്രൊഫഷണൽസിനെ കൊണ്ടുവരാം. പാർട്ടി ഉണ്ടാക്കാൻ കുറേ പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാരായിട്ട് വരുന്നവർ, ജനറൽ സെക്രട്ടറിമാരായിട്ട് വരുന്നവർ ഈ BJPയുടെ അംഗങ്ങൾ തന്നെ ആയിരിക്കണം. അല്ലാതെ പുള്ളി ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ അല്ലെ സിലിക്കോൺ വാലിയിൽ നിന്നോ കുറേ IT പ്രൊഫഷണൽസിനെ വെച്ച് പാർട്ടി നയിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും ചെയ്യില്ല. അതൊക്കെ നമ്മൾ കരുതുന്നത് തെറ്റാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഒരു പാർട്ടിയുടെ CEO പോസ്റ്റിലേക്കാണ് വരുന്നത്. അദ്ദേഹം വ്യവസായ സ്ഥാപനങ്ങളുടെ CEO ആയിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം കണ്ടെത്തുന്നത് അത് ആ മേഖലയിലുള്ള IT മേഖലയിലുള്ള പ്രൊഫഷണൽസിനെയാണ് കണ്ടെത്തിയെങ്കിൽ ഇവിടെ നന്നായി രാഷ്ട്രീയം അറിയാവുന്ന ആളുകളെ അത് ഉപയോഗപ്പെടുത്തുക. കേരളത്തിലിപ്പം സുരേന്ദ്രൻ ഇവിടെയുണ്ട്, കൃഷ്ണദാസുണ്ട്, MT രമേശുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ഇവരൊക്കെ കേരളത്തിലെ കിടിലൻ നേതാക്കന്മാരല്ലേ. ഇവരെയൊക്കെ ഉപയോഗിക്കാൻ കഴിയണം. അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് അറിയപ്പെടുന്ന ആളല്ല. എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വീകാര്യനായ, എല്ലാ ആളുകളുടെ മുന്നിലും പ്രസൻറ്റബിൾ ആണല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചീഞ്ഞതും ചതഞ്ഞതുമായ വാചകങ്ങളൊന്നും ചന്ദ്രശേഖർ പറയുമെന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെതായ മാന്യമായ ഒരു ഭാഷയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പുറത്ത് സുരേഷ് ഗോപിയെ പോലെ ഇപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ മൈലെണ്ണ തേച്ച് നടക്കുന്ന ശീലമില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ നമുക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു. ഒരു പുതിയ കൾച്ചറാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം മുന്നോട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലുള്ള ബാക്കിയുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂട്ടുപിടിച്ച് അവരുടെ സഹായം തേടി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഏതായാലും ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വഴി തടയാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.